ഹലോ ഓൾ. അപ്പോൾ എല്ലാവരും വർക്ക് സൂപ്രണ്ടിൻ്റെ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇനി പുതുതായിട്ടൊന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നും സമയമില്ല, ഇനിയും പഠിച്ച് തുടങ്ങാത്തവരാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് പോവുക. കുറേയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 15 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയായിരുന്നു. അത് റിലേറ്റഡ് ആയിട്ടുള്ള തിയറി പാട്ടും അത് റിലേറ്റഡ് ആയിട്ട് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി അടുത്ത ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നോക്കാം. ഇത് പ്രീവിയസ് ഇയർ വർക്ക് സൂപ്രണ്ടിൻ്റെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാൻ ഈ ഇടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വേർ ടു കോണ്ടൂസ് ഓഫ് ഡിഫറെന്റ് എലിവേഷൻ ക്രോസ് ഈച്ച് അതർ. എവിടെയാണ് കോണ്ടൂസ്, ഡിഫറെന്റ് എലിവേഷനുള്ള കോണ്ടൂസ് ക്രോസ് ചെയ്യുന്നത്, പരസ്പരം ക്രോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതെന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോണ്ടൂസിനകത്താണ് വരുന്നത് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കാണാം ടു കോണ്ടൂർ ലൈൻസ് ഓഫ് ഡിഫറെന്റ് എലിവേഷൻസ് കനോട്ട് ക്രോസ് ഈച്ച് അതർ എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് ആൻ ഓവർഹാങ്ങിങ് ക്ലിഫ് ഓർ എ കെപ്പ്. അപ്പൊ കോണ്ടൂർ ലൈൻസിന്റെ പ്രത്യേകത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ പറയുന്നത്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, രണ്ട് കോണ്ടൂർ ലൈൻസ്, ഡിഫറെന്റ് എലിവേഷനുള്ള രണ്ട് കോണ്ടൂർ ലൈൻസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, പരസ്പരം ക്രോസ് ചെയ്യത്തില്ല. പക്ഷെ ക്രോസ് ചെയ്യുന്ന ഒരു കേസ് ഉണ്ട്. എപ്പോഴാണ്, ഓവർഹാങ്ങിങ് ക്ലിഫ് അല്ലെങ്കിൽ കേവിന്റെ കേസിൽ ഇത് ക്രോസ് ചെയ്യും. സോ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്, വേർ ടു കോണ്ടൂസ് ഓഫ് ഡിഫറെന്റ് എലിവേഷൻസ് ക്രോസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ എന്ത് വരും, ഓവർഹാങ്ങിങ് ക്ലിഫ്, അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൂടെ നമുക്ക് നോക്കാം. ഇത് എപ്പോഴും എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ ആണ്, ഇത് വിട്ട് കളയരുത്. ഓക്കെ, അപ്പൊ ഇനി പറയുന്നത് കോണ്ടൂർ ലൈൻസ് ഓഫ് ഡിഫറെന്റ് എലിവേഷൻസ് ക്യാൻ യുണൈറ്റ് ടു ഫോം വൺ ലൈൻ ഓൺലി ഇൻ ദ കേസ് ഓഫ് എ വെർട്ടിക്കൽ ക്ലിഫ്. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് എലിവേഷൻസിലുള്ള കോണ്ടൂർ ലൈൻസ് എന്താണ് യുണൈറ്റ് ചെയ്ത് ഒരു ലൈൻ ആവുന്നത് എന്തിന്റെ കേസിൽ മാത്രമാണ്, വെർട്ടിക്കൽ ക്ലിഫിന്റെ കേസസിൽ മാത്രമാണ്. ഓക്കെ, ഇനി കോണ്ടൂർ ലൈൻസ് ഭയങ്കര ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നതിൽ അത് ഇൻഡിക്കേറ്റ്സ് സ്റ്റീപ്പ് സ്ലോപ്പ്. കോണ്ടൂർ ലൈൻസ് അടുത്തടുത്താണ് ഇരിക്കുന്നത്, എന്താണ് അത് സ്റ്റീപ്പ് സ്ലോപ്പിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി അത് ഫാർ അപ്പാർട്ട് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ജെന്റിൽ സ്ലോപ്പിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കോണ്ടൂർ ലൈൻസ് ഈക്വലി സ്പേസ്ഡ് ആണെങ്കിലോ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂണിഫോം സ്ലോപ്പ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് കിട്ടിയ എന്താണ്, ഓവർഹാങ്ങിങ് ക്ലിഫ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ a series of straight, parallel and equally spaced contours represent a plane surface. അപ്പോൾ പ്ലെയിൻ സർഫസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം, സീരീസ് ഓഫ് സ്ട്രെയിറ്റ് ആയിരിക്കണം, പാരലൽ ആയിരിക്കണം, ഈക്വലി സ്പേസ്ഡ് കോണ്ടൂർസ് ആണ്. അങ്ങനെയെങ്കിൽ എന്താണ്, ഒരു പ്ലെയിൻ സർഫസ് ആണ്. ഓക്കെ, ഇനി എ ക്ലോസ്ഡ് കോണ്ടൂർ ലൈൻ വിത്ത് ഒൺ ഓർ മോർ ഹയർ ഓൺസ് ഇൻസൈഡ് ഇറ്റ് റെപ്രസെന്റ്സ് എ ഹിൽ. അതായത് കുറെ കോണ്ടൂർ ലൈൻസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ കുറെ കോണ്ടൂർ ലൈൻസ് ഉണ്ട്. ഈ കോണ്ടൂർ ലൈൻസിന്റെയൊക്കെ എലിവേഷൻസിന്റെ വാല്യൂസ് അകത്ത് എന്ന് പറയുന്നത് ഒൺ ഓർ മോർ ഹയർ ഓൺസ് ഇൻസൈഡ്. ഓക്കെ, അതായത് ഇവിടെ 100, ദെൻ പുറത്ത് വരുമ്പോൾ 90, ദെൻ 80, അങ്ങനെ അകത്ത് എന്താണ് ഹയർ വാല്യൂസും പുറത്ത് കുറഞ്ഞും വരുവാണെങ്കിൽ അത് ഇറ്റ് റെപ്രസെന്റ്സ് എ ഹിൽ എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി അകത്ത് ഇനി കുറഞ്ഞു വരുന്നു, ഈ വാല്യൂസ് എന്ന് പറയുന്നത് അകത്ത് 80, ഇവിടെ 80, ദെൻ ഇവിടെ വരുമ്പോഴത്തേക്ക് 90, ഇവിടെ 100, അങ്ങനെ വരുവാണെങ്കിലോ ഇത് റെപ്രസെന്റ്സ് എ പോണ്ട് അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ക്ലോസ്ഡ് കോണ്ടൂർ ലൈൻ വിത്ത് ഒൺ ഓർ മോർ ലോവർ ഓൺസ് ഇൻസൈഡ് ആണെങ്കിൽ ഇറ്റ് റെപ്രസെന്റ്സ് എ പോണ്ട് ഓർ ഡിപ്രഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാതെ വിടരുത്. ഓക്കെ, ഇനി എ കോണ്ടൂർ ലൈൻ മസ്റ്റ് ക്ലോസസ് അപ്പോൺ ഇറ്റ്സെൽഫ് ദോ നോട്ട് നെസസറിലി വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് മാപ്പ്. കോണ്ടൂർ ലൈൻസ് എന്ന് പറയുന്ന ആ മാപ്പിന്റെ ലിമിറ്റ്സിനകത്ത് തന്നെ അത് ക്ലോസ് ആവണമെന്നൊന്നും ഇല്ല. ഇനി വാട്ടർ ഷെഡ് അല്ലെങ്കിൽ റിഡ്ജ് ലൈനിനെ കോണ്ടൂർ ലൈൻസ് ക്രോസ് ചെയ്യും. ആൻഡ് അതുപോലെ തന്നെ വാലി ലൈനെയും അറ്റ് റൈറ്റ് ആംഗിൾസ് ആണ് എന്ത് ചെയ്യുന്നത്, കോണ്ടൂർ ലൈൻസ് ക്രോസ് ചെയ്യുന്നത്. ഓക്കെ, കോണ്ടൂർ ലൈൻസ് ക്രോസ് എ വാട്ടർ ഷെഡ് അല്ലെങ്കിൽ റിഡ്ജ് ലൈൻ ആൻഡ് വാലി ലൈൻ അറ്റ് റൈറ്റ് ആംഗിൾസ്. Then contour lines with a U shape having convexity towards lower ground indicates a ridge. Okay, U shaped ആണ് നമ്മുടെ കോണ്ടൂർ ലൈൻസ്. അതിന്റെ കോൺവെക്സിറ്റി എന്ന് പറയുന്നത് ലോവർ ഗ്രൗണ്ടിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് എന്താണ്, റിഡ്ജ് ആണ്. പിന്നെ കോണ്ടൂർ ലൈൻസ് വിത്ത് V shaped ആണ്, കോൺവെക്സിറ്റി എന്ന് പറയുന്നത് ടുവേർഡ്സ് ഹയർ ഗ്രൗണ്ട് ആണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ വാലി. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, then where 0 degree is marked in prismatic compass. Prismatic compassൽ എവിടെയാണ് 0 degree മാർക്ക് ചെയ്തേക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ prismatic compassന്റെ റെപ്രസെന്റേഷൻ. സോ ഇവിടെ 0 degree എവിടെയാണ് മാർക്ക് ചെയ്തത്, സൗത്ത് ഡയറക്ഷനിലാണ് മാർക്ക് ചെയ്തത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ വാല്യൂസ് എല്ലാം നോക്കിക്കോണം. 0 സൗത്തിലാണ്, വെസ്റ്റിൽ 90 ഡിഗ്രി, നോർത്ത് 180 ഡിഗ്രി, ഈസ്റ്റ് 270 ഡിഗ്രി, ഇങ്ങനെയാണ് മാർക്ക് ചെയ്തേക്കുന്നത്, മറക്കരുത്. Then നമുക്ക് പ്രിസ്മാറ്റിക് കോമ്പസും ഉണ്ട്, സർവേസ് കോമ്പസും ഉണ്ടെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ഡിഫറൻസ് നോക്കാം. പ്രിസ്മാറ്റിക് കോമ്പസ് നമ്മൾ പറഞ്ഞു ഈ ഒരു റെപ്രസെന്റേഷൻ. സർവേസ് കോമ്പസ് നോക്കിക്കേ, നോർത്തും സൗത്തും എന്ത് തന്നെയാണ്, 0 ആണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഈസ്റ്റും വെസ്റ്റും 90 ഡിഗ്രിയാണ് മാർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു വ്യത്യാസം എന്താണ്, ഈ ഈസ്റ്റും വെസ്റ്റും ഇന്റർചേഞ്ച് ചെയ്താണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി സർവേസ് കോമ്പസും പ്രിസ്മാറ്റിക് കോമ്പസിന്റെയും പടം ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ പ്രിസ്മാറ്റിക് കോമ്പസിലെ മാൻഡി നീഡിൽ എന്ന് പറഞ്ഞാൽ ബ്രോഡ് ടൈപ്പ് നീഡിലാണ്. എന്നാൽ സർവേസ് കോമ്പസിലാണെങ്കിലും എഡ്ജ് ബാർ ടൈപ്പ് നീഡിലാണ്. ഇതാണ് എഡ്ജ് ബാർ ടൈപ്പ് നീഡിൽ. ഇതെന്ന്
പറയുന്നത് ബ്രോഡ് ടൈപ്പ് നീഡിൽ. ഓക്കെ, ഇനി പ്രിസ്മാറ്റിക് കോമ്പസിലാണ് ഈ ഗ്രാജുവേറ്റഡ് റിംഗ്, ഇവിടെ എന്തുണ്ട്, ഗ്രാജുവേറ്റഡ് റിംഗ് ഉണ്ടല്ലേ, ഈ ഗ്രാജുവേറ്റഡ് റിംഗ് എന്ന് പറഞ്ഞാൽ അറ്റാച്ച്ഡ് വിത്ത് ദ നീഡിൽ, ഈ നീഡിലുമായിട്ട് അറ്റാച്ച് ചെയ്താണ് ഇവിടെ ഇരിക്കുന്നത്. എന്നാൽ സർഫേസ് കോമ്പസിലാണെങ്കിൽ ഈ ഗ്രാജുവേറ്റഡ് റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ബോക്സിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, നോട്ട് ടു ദ നീഡിൽ. ഓക്കെ, ഇനി ഗ്രാജുവേഷൻസ്, ഇത് ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു പോയിന്റ്. ഗ്രാജുവേഷൻസ് എന്ന് പറഞ്ഞാൽ പ്രിസ്മാറ്റിക് കോമ്പസിൽ ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റത്തിലാണ് കൊടുത്തേക്കുന്നത്, സർഫേസ് കോമ്പസിലാണെങ്കിൽ റെഡ്യൂസ്ഡ് ബിയറിംഗ് സിസ്റ്റത്തിലാണ് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ. ദെൻ ഗ്രാജുവേഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടഡ് ആണ്. ഓക്കെ, ഗ്രാജുവേഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു കേസിലാണെങ്കിൽ ഇൻവേർട്ടഡ് ആണ്, ഇവിടെ ആണെങ്കിൽ ഗ്രാജുവേഷൻസ് ആർ നോട്ട് ഇൻവേർട്ടഡ്. Then citing and reading can be done simultaneously. Prismatic compass നമുക്ക് സൈറ്റിംഗ് റീഡിംഗ് സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യാം. എന്നാൽ സർഫേസ് കോമ്പസ് നമുക്ക് അതിന് പറ്റത്തില്ല. പിന്നെ പ്രിസ്മാറ്റിക് കോമ്പസിൽ ആ പേര് തന്നെ ഉണ്ടെന്ന്, അതിലൊരു പ്രിസം നമ്മൾ യൂസ് ചെയ്യും. ഇതിലാണെങ്കിൽ സർഫേസ് കോമ്പസിലാണ് നമ്മൾ ഡയറക്റ്റ് വിഷൻ വഴിയാണ് റീഡിങ്സ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പ്രിസ്മാറ്റിക് കോമ്പസ് നമുക്ക് ട്രിപ്പോഡ് യൂസ് ചെയ്തോ യൂസ് ചെയ്യാണ്ടോ നമുക്ക് യൂസ് ചെയ്യാം. ദെൻ സർഫേസ് കോമ്പസ് ആണെങ്കിലോ ട്രിപ്പോഡ് ആവശ്യമാണ്. Next question, what is used to take inclined line of sight in plane table surveying? Okay, inclined line of sight plane table surveying എടുക്കാനാണ് നമ്മൾ ഏത് ഇൻസ്ട്രുമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്? ഏത് ഇൻസ്ട്രുമെന്റ് ആണ്? ടെലിസ്കോപ്പിക് അലിഡേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിൽ ഇൻക്ലൈൻഡ് ലൈൻ ഓഫ് സൈറ്റ് എടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? ടെലിസ്കോപ്പിക് അലിഡേഡ് ആണ്. സോ നമുക്ക് നോക്കാം. പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒന്നാമതെന്ന് പറഞ്ഞാൽ പ്ലെയിൻ ടേബിൾ ആണ്. സോ പ്ലെയിൻ ടേബിൾ എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് ഉണ്ട്: ട്രാവേഴ്സ് ടേബിൾ, ജോൺസൺ ടേബിൾ, കോസ്റ്റ് സർവേ ടേബിൾ. ട്രാവേഴ്സ് ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു എന്താണ്, നമുക്ക് അതിനെ വെർട്ടിക്കൽ ആക്സിസിന്റെ എബൌട്ട് ആയിട്ട് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, ആൻഡ് ക്യാൻ ബി ക്ലാംഡ് ഇൻ എനി പൊസിഷൻ, ഏത് പൊസിഷൻ വേണമെങ്കിലും ക്ലാംപ് ചെയ്യാം. ഇനി ജോൺസൺ ടേബിൾ ആണെങ്കിൽ ഡ്രോയിങ് ബോർഡിന്റെ സൈസ് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നത് 45/60 സെന്റിമീറ്റർ അല്ലെങ്കിൽ 60/75 സെന്റിമീറ്റർ ആണ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ഹെഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി കോസ്റ്റ് സർവേ ടേബിൾ ആണെങ്കിൽ ഈ പറഞ്ഞ രണ്ടെണ്ണത്തിന് സുപ്പീരിയർ ആണ് ഈ കോസ്റ്റ് സർവേ ടേബിൾ എന്ന് പറയുന്നത്. ഹയർ പ്രിസിഷനിലുള്ള വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോസ്റ്റ് സർവേ ടേബിൾ യൂസ് ചെയ്യുന്നത്. ദെൻ ലെവലിംഗ് എന്ന് പറയുന്നത് നമ്മൾ 3 ഫുഡ് സ്ക്രൂസിനെ ആക്യുറേറ്റ്ലി എന്താണ് ഫുഡ് സ്ക്രൂസ് വെച്ചിട്ടാണ് നമ്മൾ ലെവലിംഗ് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. അടുത്ത് വരുന്ന നമ്മുടെ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ അലിഡേഡ്. ഇതാണ് ഇവിടെ ചോദിച്ചത്. നമുക്ക് സ്ട്രെയിറ്റ് എഡ്ജ് വിത്ത് സം ഫോം ഓഫ് സൈറ്റിംഗ് ഡിവൈസ്, അതിനാണ് നമ്മൾ അലിഡേഡ് എന്ന് പറഞ്ഞത്. ഇവിടെ കണ്ടോ, ഒരു സ്ട്രെയിറ്റ് എഡ്ജ് ഉണ്ട് അല്ലേ, എന്നിട്ട് എന്തുണ്ട്, ഒരു സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സൈറ്റിംഗ് ഡിവൈസും കൂടി കാണാം. നമുക്ക് മെയിൻ ആയിട്ട് പ്ലെയിൻ അലിഡേഡും ഉണ്ട്, ടെലിസ്കോപ്പിക് അലിഡേഡും ഉണ്ട്. പ്ലെയിൻ അലിഡേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡിനറി വർക്കിനാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് പ്ലെയിൻ അലിഡേഡ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞ ഒബ്ജക്ട് വെയിൻ, ഇതെന്ന് പറഞ്ഞ സൈഡ് വെയിൻ, ഇത് പറഞ്ഞാൽ ഫിഡ്യൂഷ്യൽ എഡ്ജ്, വർക്കിംഗ് എഡ്ജിനെയാണ് നമ്മൾ ഫിഡ്യൂഷ്യൽ എഡ്ജ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ പ്ലെയിൻ അലിഡേഡ് എന്ന് പറയുന്നത് ഹില്ലി ഏരിയസിൽ നമുക്ക് സ്യൂട്ടബിൾ അല്ല. കാരണം എന്താണ്, ഇത് വെച്ചിട്ട് നമുക്ക് പ്ലെയിൻ ആയിട്ട്, അതായത് ഇൻക്ലൈൻഡ് ലൈൻ ഓഫ് സൈറ്റ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല പ്ലെയിൻ അലിഡേഡ് ആണെങ്കിൽ. പക്ഷേ ടെലിസ്കോപ്പിക് അലിഡേഡ് ആണെങ്കിൽ ആക്യുറസിയും റേഞ്ച് ഓഫ് സൈറ്റും എന്ത് ചെയ്യും, ഇൻക്രീസ് ആവും. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആക്സിസ് റെസ്റ്റ് ഓൺ എ ഫ്രെയിം, എ ഫ്രെയിമിലാണ് എന്ത് ചെയ്യുന്നത്, ഹൊറിസോണ്ടൽ ആക്സിസ് റെസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇൻക്ലൈൻഡ് ലൈൻ ഓഫ് സൈറ്റ് വേണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ടെലിസ്കോപ്പിക് അലിഡേഡ് യൂസ് ചെയ്യാം. Then പ്ലംബിംഗ് ഫോർക്ക് എന്ന് പറയുന്നത് ലാർജ് സ്കെയിൽ വർക്കിനാണ് നമ്മൾ പ്ലംബിംഗ് ഫോർക്ക് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മളെ ടേബിളിനെ സെന്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഷീറ്റിൽ ഗ്രൗണ്ട് പോയിന്റിനെ ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാം, പ്ലംബിംഗ് ഫോർക്ക് യൂസ് ചെയ്യാം. ദെൻ സ്പിരിറ്റ് ലെവൽ എന്തിനാണ്, ടേബിൾ പ്രോപ്പർ ആയിട്ട് ലെവൽ ചെയ്തിട്ടുണ്ടെന്ന് അസർട്ടൈൻ ചെയ്യാനാണ് നമ്മൾ സ്പിരിറ്റ് ലെവൽ യൂസ് ചെയ്യുന്നത്. ട്യൂബുലർ അല്ലെങ്കിൽ സർക്കുലർ സ്പിരിറ്റ് ലെവൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ കോമ്പസ് എന്ന് പറയുമ്പോഴത്തേക്കും പ്ലെയിൻ ടേബിളിനെ മാഗ്നറ്റ് നോർത്തിന് എബൌട്ട് ആയിട്ട് ഓറിയന്റ് ചെയ്യാനാണ് കോമ്പസ് യൂസ് ചെയ്യുന്നത്. ട്രഫ് കോമ്പസ് ആണ് നമ്മൾ പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഇനി വാട്ട് കളർ ഈസ് യൂസ്ഡ് ഫോർ സിമ്പിൾ ഫോർ റോഡ് മെറ്റൽഡ്? റോഡ് മെറ്റൽഡിന്റെ ഇതിന് ഏത് കളറാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ ബേൺഡ് CNA ആണ് കളർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് കളർ ഈസ് യൂസ്ഡ് ഫോർ സിമ്പിൾ ഫോർ റോഡ് മെറ്റൽഡ്? ബേൺഡ് CNA. അപ്പൊ നമുക്ക് ഇവിടെ സിമ്പിളും അതിന്റെ കളർ നോക്കാം. നോർത്ത് ലൈൻ ആണെങ്കിൽ ബ്ലാക്ക് കളർ ആണ്. ദെൻ മെയിൻ സ്റ്റേഷൻ, ട്രയാങ്കുലേഷൻ സ്റ്റേഷൻ, ട്രാവേഴ്സ് സ്റ്റേഷൻ ഒക്കെ ആണെങ്കിൽ റെഡ് കളർ ആണ്. ദെൻ റിവർ, ലേക്ക്, കനാൽ അല്ലെങ്കിൽ പോണ്ട് സിമ്പിൾ ഒക്കെ ആണെങ്കിൽ ബ്ലൂ കളർ. ഓപ്പൺ വെല്ലും ബ്ലൂ, അതായത് വെള്ളം റിലേറ്റഡ് വരുന്നതൊക്കെ എന്താണ്, ഇതിൽ ബ്ലൂ ആണ് കൊടുത്തേക്കുന്നത്. ദെൻ ട്യൂബ് വെല്ലാണെങ്കിലോ, ട്യൂബ് വെല്ലെങ്കിൽ ബ്ലാക്ക് ആണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് മെറ്റൽ റോഡ് എന്ന് പറഞ്ഞാൽ ബേൺഡ് CNA ആണ് അതിന്റെ കളർ എന്ന് പറഞ്ഞാൽ. റെയിൽവേ ലൈൻ സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ ആണെങ്കിൽ ബ്ലാക്ക്, ഹെഡ്ജ് ആണെങ്കിൽ ഗ്രീന്, പൈപ്പ് ഫെൻസിംഗ് എന്നാണ് ബ്ലൂ. അപ്പൊ ഇത്രയും ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവാം. Then what is the full form of UTM? UTM ന്റെ full form എന്നാണ് യൂണിവേഴ്സൽ ട്രാൻസ്വേഴ്സ് മെർക്കാറ്റർ എന്നാണ്. യൂണിവേഴ്സൽ ട്രാൻസ്വേഴ്സ് മെർക്കാറ്റർ എന്നാണ് full form of UTM. Then permissible closing error for accurate leveling is expressed as, okay, എന്താണ് accurate leveling ലെ permissible closing error എന്ന് പറയുന്നത് എത്രയാണ്? accurate leveling ആണെങ്കിൽ പ്ലസ് ഓർ മൈനസ് 0.012 into root D. ഇവിടെ D എന്ന് പറയുന്നത് ഇൻ കിലോമീറ്റർ. ഓക്കെ, 0.0 ആൻസർ C ആണ് വരുന്നത് കേട്ടോ. ആക്യുറേറ്റ് ലെവലിംഗ് ആണെങ്കിൽ പെർമിസിബിൾ ക്ലോസിംഗ്
ക്രോസിംഗ് എറർ എന്നാണ് പ്ലസ് ഓർ മൈനസ് 0.012 റൂട്ട് ഡി. ഇനി റഫ് ലെവലിംഗ് ആണെങ്കിലോ പ്ലസ് ഓർ മൈനസ് 0.1 റൂട്ട് ഡി. ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റർ എന്നാണ് അർത്ഥം. ഓർഡിനറി ലെവലിംഗ് ആണെങ്കിൽ പ്ലസ് ഓർ മൈനസ് 0.025 ഇൻറ്റു റൂട്ട് ഡി. ഈ ഡിക്ക് പേരാണ് ഇവിടെ കിലോമീറ്റർ എന്ന് വെറുതെ കൊടുത്തേക്കുന്നത് കേട്ടോ. പ്രിസൈസ് ലെവലിംഗിനാണെങ്കിൽ പ്ലസ് ഓർ മൈനസ് 0.006 ഇൻറ്റു റൂട്ട് ഡി. Then, what is the term used for rotating telescope in clockwise direction about its vertical axis? Okay, vertical axis in about ആയിട്ട് ഞാൻ clockwise ടെലിസ്കോപ്പിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് എങ്കിൽ അതിനെ എന്ത് വിളിക്കും? vertical axis in about ആയിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് സ്വിംഗിങ് എന്ന് പറയും. ഓക്കെ, വെർട്ടിക്കൽ ആക്സിസിന് എബൌട്ട് ആയിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഞാൻ എൻ്റെ ടെലിസ്കോപ്പിനെ റൊട്ടേറ്റ് ചെയ്താൽ അത് സ്വിംഗിങ് ആണ്. പക്ഷെ ഇവിടെ പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, സ്വിംഗിങ് ചെയ്യുന്നത്. അപ്പോൾ സോ അതെന്ന് പറഞ്ഞാൽ റൈറ്റ് സ്വിംഗ് ആണ്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ലെഫ്റ്റ് സ്വിംഗ് എന്ന് വരുന്നു. അപ്പൊ ട്രാൻസിറ്റിംഗ് എന്താന്ന് നോക്കാം. ട്രാൻസിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ടേണിംഗ് ദ ടെലിസ്കോപ്പ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ ത്രൂ 180 ഡിഗ്രി അബൌട്ട് ദ ട്രണ്ണിയൻ ആക്സിസ്. അപ്പൊ ഇവിടെ പറഞ്ഞ എന്താണ്, ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വെർട്ടിക്കൽ ആക്സിസിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ അതിന്റെ സ്വിംഗിങ് എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നത് ടെലിസ്കോപ്പിന് ഞാൻ ട്രണ്ണിയൻ ആക്സിസിന് അബൌട്ട്, ട്രണ്ണിയൻ ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സിസിന് അബൌട്ട് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. ഇൻ വെർട്ടിക്കൽ പ്ലെയിനിലാണ് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് അതിനെ ഞാൻ ട്രാൻസിറ്റിംഗ് എന്ന് വിളിക്കും. ദെൻ ട്രാൻസിറ്റിംഗിന്റെ മറ്റൊരു പേരാണ് എന്താന്ന് പറയുന്നത് പ്ലഞ്ചിങ് അല്ലെങ്കിൽ റിവേഴ്സിംഗ് എന്ന് പറയും. ദെൻ സ്വിംഗിങ് ദ ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോസസ് ഓഫ് ടേണിംഗ് ദ ടെലിസ്കോപ്പ് ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ അബൌട്ട് വെർട്ടിക്കൽ ആക്സിസ്. ഇനി വാട്ട് ഈസ് മീൻ ബൈ ഡിപ്പാർച്ചർ ഓഫ് എ ലൈൻ? ഡിപ്പാർച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞാൽ പ്രൊജക്ഷൻ ഓൺ ടു ദ ഈസ്റ്റ് വെസ്റ്റ് മെറിഡിയൻ. ഇവിടെ നോക്കിയേ, ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഓഫ് എ ലൈൻ ഈസ് ദ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഓൺ നോർത്ത് സൗത്ത് മെറിഡിയൻ. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് എടുക്കുന്ന ഈ ഒരു വാല്യൂസ് വെച്ചിട്ടാണ് ലാറ്റിറ്റ്യൂഡ് എടുക്കുന്നത് അല്ലെ. സോ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ മെറിഡിയനെ വെച്ചിട്ട് നമ്മൾ പ്രൊജക്ഷൻ ചെയ്യുകയാണ്, അതിനാണ് ലാറ്റിറ്റ്യൂഡ് ഓഫ് എ ലൈൻ എന്ന് പറയുന്നത്. ഇനി ഈ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നോർത്ത് ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് ഇൻ ദ സൗത്ത്. ഇനി ഡിപ്പാർച്ചർ ആയിരുന്നു ഇവിടെ ചോദിച്ചത്. ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂസ് അല്ലെ, ഈസ്റ്റ് വെസ്റ്റ് മെറിഡിയനില്ല. ഡിപ്പാർച്ചർ ഓഫ് എ ലൈൻ ഈസ് ദ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഓൺ ഈസ്റ്റ് വെസ്റ്റ് മെറിഡിയൻ. ഇറ്റ് ഈസ് പോസിറ്റീവ് ഇൻ കേസ് ഓഫ് ഈസ്റ്റിംഗ് ആണെങ്കിൽ പോസിറ്റീവ്, വെസ്റ്റ് ആണെങ്കിൽ നെഗറ്റീവ് വരും. ഓക്കെ, then what is the term used for line joining optical center of the object glass and the center of the eyepiece? Answer എന്ന് പറഞ്ഞാൽ ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ്. എന്താണ്, ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ഒബ്ജക്ട് ഗ്ലാസും പിന്നെ അതുപോലെ തന്നെ സെന്റർ ഓഫ് ഐ പീസിനെയും തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെ എന്ത് വിളിക്കും, ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ് എന്ന് വിളിക്കാം. ഇനി ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇമാജിനറി ലൈൻ ആണ് പാസിംഗ് ത്രൂ ദ ഇന്റർസെക്ഷൻ ഓഫ് ക്രോസ് ഹെയർ ഓൺ ദ ഡയഫ്രം ആൻഡ് ദ ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ദ ഒബ്ജക്റ്റീവ് ലെൻസ്. ഓക്കെ, ആ ക്രോസ് ഹെയറിന്റെ സെന്ററും ഇന്റർസെക്ഷൻ പോയിന്റും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഒപ്റ്റിക്കൽ സെന്ററും കൂടി പാസ് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈൻ, അതിനാണ് ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി when a line of sight comes in horizontal plane. ഓക്കെ, ഈ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരുവാണെങ്കിൽ അതിനെ ഞാൻ വിളിക്കും എന്തെന്ന്, ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, then line of collimation എന്ന് എന്താണ്, it is an imaginary line passing through the intersection of crosshairs at the diaphragm and the optical center of the object glass and it's a continuation. അതിനെയാണ് line of collimation എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി axis of bubble tube എന്ന് എന്താണ്, axis of bubble tube എന്ന് പറഞ്ഞാൽ it is an imaginary line tangential to the longitudinal curve of bubble tube at its midpoint. ആ ഒരു ബബിൾ ട്യൂബിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ കർവിന് ടാൻജൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇമാജിനറി ലൈൻ ആണ് ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് എന്നാണ്. ഇനി ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ് എന്ന് എന്താണ്, ഇമാജിനറി പാസിംഗ് ത്രൂ ദ ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ഒബ്ജക്ട് ഗ്ലാസ് ആൻഡ് ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ഐ പീസ്. ഒബ്ജക്ട് ഗ്ലാസിന്റെ ഐ പീസിന്റെ ഒപ്റ്റിക്കൽ സെന്റർ കൂടി പാസ് ചെയ്യുന്നതാണ് ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. ഇനി വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് GPS? GPSന്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ട്രയാങ്കുലേഷൻ. ഓക്കെ, ട്രയാങ്കുലേഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ സോ വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് GPS? ഇറ്റ് ഈസ് ട്രയാങ്കുലേഷൻ. ഇനി നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് GPS പൊസിഷനിങ് ചോദിച്ചാൽ ഇറ്റ് ഈസ് അനലിറ്റിക്കൽ റിസെക്ഷൻ. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് GPS പൊസിഷൻ? എന്താണ്, അനലിറ്റിക്കൽ റിസെക്ഷൻ ആണ്. ഇനി നമ്മൾ GPS ആക്റ്റീവ് സെൻസേഴ്സ് യൂസ് ചെയ്യും, പാസീവ് സെൻസേഴ്സ് യൂസ് ചെയ്യും. പാസീവ് സെൻസേഴ്സ് ആണെങ്കിൽ അതിലെ എനർജി സോഴ്സ് എന്ന് പറയുന്നത് സൺ ആണ്. ആക്റ്റീവ് സെൻസേഴ്സ് ആണെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ എനർജി സോഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ സാറ്റലൈറ്റിൽ യൂസ് ചെയ്യുന്ന ക്ലോക്ക് ഏതാണ്, അറ്റോമിക് ക്ലോക്ക് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി for interpolation of satellite data used for monitoring dynamic changes that occur on the Earth's surface, the most suitable orbit for the satellite is എന്താണ്, സാറ്റലൈറ്റ് ഡേറ്റ ഇന്റർപോളേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണ് യൂസ്ഡ് ഫോർ മോണിറ്ററിംഗ് ഡൈനാമിക് ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഓൺ ദ എർത്ത് സർഫസ്. എർത്ത് സർഫസിൽ ഉണ്ടാവുന്ന ഡൈനാമിക് ചേഞ്ചസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ അതിന് നമ്മൾ ഏത് സാറ്റലൈറ്റിന്റെ ഏത് ഓർബിറ്റ് ആണ് ചുറ്റുന്നത്, സൺ സിൻക്രണസ് ഓർബിറ്റ് ആണ് suitable ആയിട്ട് വരുന്നത്. ഓക്കെ, next question, which of the following is the choice of coordinate for specifying the position of a point? ഒരു പോയിന്റിന്റെ പൊസിഷൻ
സ്പെസിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഏത് കോർഡിനേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് എലിവേഷൻ, അതാണ് നമ്മൾ എടുക്കുന്നത് എപ്പോഴും. ഇനി ദ ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാച്ചർ ഓഫ് എനി പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു കോമൺ ഒറിജിൻ ഈസ് കോൾഡ് അസ്, അതിനെന്ത് വിളിക്കും നമ്മൾ, ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാച്ചർ ഓഫ് എനി പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു കോമൺ ഒറിജിൻ, ഒരു കോമൺ ഒറിജിൻ എബൌട്ട് ആയിട്ട് എന്ത് ചെയ്യുന്നു, ടോട്ടൽ ലാറ്റിറ്റ്യൂഡും ഡിപ്പാച്ചർ ഓഫ് എനി പോയിന്റ് നമ്മൾ എടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഇനി ലാറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എൽ കോസ് തീറ്റ ആണ്, ഡിപ്പാച്ചർ എന്ന് പറഞ്ഞാൽ എൽ സൈൻ തീറ്റ. തീറ്റ എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ ബിയറിംഗ് ആണ്. ഓക്കെ, ഷോർട്ട്കട്ട് കീ ഫോർ അൺഡു ലാസ്റ്റ് ആക്ഷൻ ഇൻ ഓട്ടോകാഡ്. ഓട്ടോകാഡിലെ ലാസ്റ്റ് ആക്ഷൻ അൺഡു ചെയ്യാൻ നമ്മൾ ഏത് ഷോർട്ട്കട്ട് കീ ആണ്, കൺട്രോൾ പ്ലസ് ഇസഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, then what is the correct AutoCAD command for enlarging അല്ലെങ്കിൽ reducing apparent size of object? ഒബ്ജക്റ്റിന്റെ apparent sizes enlarge ചെയ്യാനും reduce ചെയ്യാനും നമ്മൾ ഏത് കമാൻഡ് ആണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ it is zoom കമാൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി TTR കമാൻഡ് ഉണ്ട്. TTR എന്ന് പറയുന്നത് ടാൻജന്റ് റേഡിയസ് മെത്തേഡ്. ഓക്കെ, അതാണ് TTR എന്ന് പറയുന്നത്. To create a circle tangent to any two objects, എന്താണ്, ഏതെങ്കിലും രണ്ട് ഒബ്ജക്ട്സിന്റെ സർക്കിൾ ടാൻജന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് TTR കമാൻഡ് യൂസ് ചെയ്യുന്നത്. ക്ലിക്ക് ടു സെലക്ട് ഈച്ച് ഓഫ് ദ ലൈൻസ് ആൻഡ് then press enter to accept the default radius value. Again the program creates a circle of desired radius tangent to two objects you select. അതൊന്നും വേണ്ട, ഫസ്റ്റ് സെന്റൻസ് മാത്രം പഠിച്ചാൽ മതി. Then UCS കമാൻഡ്. UCS കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, യൂസർ കോർഡിനേറ്റ് സിസ്റ്റം. സെറ്റ്സ് ദ ഒറിജിൻ ആൻഡ് ഓറിയന്റേഷൻ ഓഫ് കറന്റ് യൂസർ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പൊ UCS കമാൻഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, സെറ്റ്സ് ദ ഒറിജിൻ ആൻഡ് ഓറിയന്റേഷൻ ഓഫ് കറന്റ് യൂസർ കോർഡിനേറ്റ് സിസ്റ്റം. Okay, then what is DPI in printing? DPI എന്ന് പറഞ്ഞാൽ it is dots per inch എന്നാണ് പറയുന്നത്. dots per inch എന്ന് പറഞ്ഞാൽ it refers to the number of ink droplets that a printer will discharge per inch when printing an image. ഒരു ഇമേജ് പ്രിന്റ് ചെയ്യുവാണ്, അപ്പൊ എന്ത് മാത്രം ഇങ്ക് ഡ്രോപ്ലെറ്റ്സ് ആ പ്രിന്റർ എന്ത് ഡിസ്ചാർജ് ചെയ്യും പെർ ഇഞ്ച്. ഓക്കെ, അതിനാണ് ഡോട്ട്സ് പെർ ഇഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, then pixel എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. pixel എന്ന് പറഞ്ഞാൽ it is also known as a picture element എന്ന് പറയും. is the smallest unit of data used in digital imaging. digital imagingൽ നമ്മൾ യൂസ് ചെയ്യുന്ന smallest unit of data ഞാൻ എന്ത് വിളിക്കും, pixel എന്ന് വിളിക്കും. ഇനി what factor mainly determines the quality of a monitor? ഒരു മോണിറ്ററിന്റെ ക്വാളിറ്റി എന്താണ്, അതിന്റെ റെസൊല്യൂഷനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. Then which command controls the extent of display of the grid? ഗ്രിഡിന്റെ ഡിസ്പ്ലേ എന്താണ് കൺട്രോൾ ചെയ്യുന്നത് ഏത് കമാൻഡ് ആണ്, it is limits ആണ്. Then the limit command in AutoCAD is used to set an invisible rectangular boundary in the drawing or in the viewport. Its limit is grid display and the point locations. It limits the grid display. Grid display limit ചെയ്യും, അതുപോലെ തന്നെ point locations നെ ലിമിറ്റ് ചെയ്യുന്നത് ആരാണ്, ഈ ഒരു ലിമിറ്റ്സ് എന്നുള്ള കമാൻഡ് ആണ്. ഓക്കെ, then നമ്മൾ എന്ത് ചെയ്യണം, ഈ ലിമിറ്റിന് വേണ്ടിയിട്ട് അപ്പർ റൈറ്റും ലോവർ ലെഫ്റ്റ് കോർണേഴ്സിന്റെയും നമ്മൾ ലിമിറ്റ് ആണ് നമ്മൾ എപ്പോഴും പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഇനി ഇറേസ് കമാൻഡ് നമുക്കറിയാം എന്തിനാണ്, റിമൂവ് അല്ലെങ്കിൽ ഡിലീറ്റ് ഒബ്ജക്ട്സ് ഫ്രം ദ ഡ്രോയിങ്. ഒരു ഡ്രോയിങ്ങിൽ നിന്ന് എന്താണ് ഒബ്ജക്ട്സ് റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനാണ് ഇറേസ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇനി ടൂൾ പാലറ്റിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള ഡിഫറെന്റ് ടൂൾസ് നമ്മൾ അക്സസ് ചെയ്യുന്നത്. ഇനി ടൂൾ പാലറ്റിന്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറഞ്ഞാൽ TP ആണ്. Okay, in ortho mode in AutoCAD is used to restrict cursor movement to specific directions. Okay, ortho എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. അതെന്ത് ചെയ്യും, നമ്മുടെ cursor മൂവ്മെന്റിനെ ഒരു സ്പെസിഫിക് ഡയറക്ഷനിലേക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ. അതായത് നമ്മൾ ഓർത്തോ ഓൺ ആക്കി കഴിഞ്ഞാൽ കഴ്സർ എന്ന് പറഞ്ഞാൽ ഓൺലി വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, മൂവ് ചെയ്യത്തുള്ളൂ. ഇനി പോളാർ മോഡ് ഉണ്ട് അല്ലെങ്കിൽ പോളാർ ട്രാക്കിംഗ് മോഡ്. അതെന്ന് പറയുന്നത് കഴ്സർ മൂവ്മെന്റിനെ ഒരു സർട്ടൺ ആംഗിളിൽ എന്ത് ചെയ്യും, റെസ്ട്രിക്ട് ചെയ്യും. Which commands reinserts the last erased set of objects? ഏത് കമാൻഡ് ആണ്, oops. ഓക്കെ, oops എന്നുള്ള കമാൻഡ് എന്ത് ചെയ്യും, ലാസ്റ്റ് ആയിട്ട് ഇറേസ് ചെയ്ത ഒബ്ജക്റ്റിനെ വീണ്ടും റീഇൻസേർട്ട് ചെയ്യാൻ സഹായിക്കും. വിച്ച് ഓഫ് ദ ഷോർട്ട് കട്ട് കീ ഫോർ പോളാർ ട്രാക്കിംഗ് ഓൺ ഓർ ഓഫ്? പോളാർ ട്രാക്കിംഗ് ഓൺ ഓർ ഓഫ് ചെയ്യാനുള്ള കമാൻഡ് ഏതാണ്, ഇറ്റ് ഈസ് F10 ആണ്. ഓക്കെ, F10 ആണ് പോളാർ ട്രാക്കിംഗ് ഓൺ ഓർ ഓഫ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് കമാൻഡ് ഈസ് യൂസ്ഡ് ടു കോപ്പി ദ പ്രോപ്പർട്ടീസ് ഫ്രം വൺ ഒബ്ജക്ട് ടു വൺ ഓർ മോർ ഒബ്ജക്ട്സ്? അതായത് ഒരു പ്രോപ്പർട്ടി, ഒരു ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടിയെ കോപ്പി ചെയ്ത് മറ്റേ ഒന്നോ അതിലധികമോ ഒബ്ജക്ട്സിന് കൊടുക്കുന്ന കമാൻഡ് ഏതാന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എന്താണ്, മാച്ച് പ്രോപ്പർട്ടീസ് എന്ന് പറയും. ഓക്കെ, സ്റ്റഡി ദ മിനറൽ കോൺസ്റ്റന്റ്സ് ഓഫ് ഗ്രെയിൻ സൈസ് എക്സെട്ര ഡാഷ് ടെസ്റ്റ്. ഏത് ടെസ്റ്റ് ആണ് നമ്മൾ മിനറൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് മൈക്രോസ്കോപ്പി ടെസ്റ്റ് ആണ്. ഓക്കെ, ടോട്ടൽ ഹൈറ്റ് ഓഫ് എ ക്ലാം കിൽ ഈസ് അബൌട്ട്. ഒരു ക്ലാം കില്ലിന്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 3 meter to 4 meter ആണ്. ഓക്കെ, ഇനി ടെറസിംഗ് ടൈൽസിന് നമ്മൾ യൂസ് ചെയ്യുന്ന IS കോഡ് ഏതാന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് 2690/1964. IS കോഡ് ഓഫ് PSC. PSC എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെന്റ് എന്നാണ് അർത്ഥം. IS കോഡ് ഏതാണ്, IS 455/1918. IS കോഡൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, സോ ഇതൊന്ന് പഠിച്ചിട്ട് പോകുക. ഇനി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഫോർ ലോ ഹീറ്റ് പോർട്ട്ലാൻഡ് സിമെന്റിന്റെ കോഡ് ഏതാന്ന് ചോദിച്ചാൽ IS 12600/1918.
ഓക്കെ. ദെൻ സ്റ്റാൻഡേർഡ് ഈസ് ഏതാണ് സൾഫേറ്റ് റെസിസ്റ്റിംഗ് പോർട്ട്ലാൻഡ് സിമെന്റിന്റെ സ്റ്റാൻഡേർഡ് കോഡ് ഏതാണ്? ഇറ്റ് ഈസ് 12330 1988. പോർട്ട്ലാൻഡ് പൊസോളാന സിമെന്റ് ആണ് IS 14489 പാർട്ട് 1 1991. ഓക്കെ. ദ പർപ്പസ് ഓഫ് ദിസ് ടെസ്റ്റ് ഈസ് ടു അസസ് ദ പ്ലാസ്റ്റിറ്റി ഓഫ് ലൈം. അപ്പൊ ലൈമിന്റെ പ്ലാസ്റ്റിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ഏതൊരു ടെസ്റ്റ് ആണ് യൂസ്? പ്ലാസ്റ്റിറ്റി ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ദ പർപ്പസ് ഓഫ് ഡാഷ് ടെസ്റ്റ് ഈസ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് അൺകമ്പൈൻഡ് ലൈം ഇൻ സിമെന്റ്. സിമെന്റിൽ അൺകമ്പൈൻഡ് ആയിട്ടുള്ള ലൈമിന്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് ടെസ്റ്റ് യൂസ് ചെയ്യും? സൗണ്ട്നെസ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് നോട്ട് കണ്ടക്ടഡ് ഓൺ ലൈംസ്റ്റോൺ? ലൈംസ്റ്റോണിൽ നമ്മൾ യൂസ് ചെയ്ത ടെസ്റ്റ് ഏതാണ്? ഇറ്റ് ഈസ് ഫുൾ ഓഫ് ടെസ്റ്റ് ആണ്. ബാക്കി എല്ലാ ടെസ്റ്റും നമ്മൾ എന്ത് ചെയ്യുന്നത്? ലൈംസ്റ്റോണിൽ യൂസ് ചെയ്യുന്നതാണ്. സോ ഹീറ്റ് ടെസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എമൗണ്ട് ഓഫ് കാൽഷ്യം ഓക്സൈഡ് പ്രസന്റ് ഇൻ ദ ലൈംസ്റ്റോൺ. ലൈംസ്റ്റോണിലെ കാൽഷ്യം ഓക്സൈഡ് എന്തുമാത്രം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് ഹീറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ആസിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റിന്റെ എമൗണ്ട് ഡിറ്റർമിൻ ചെയ്യാൻ. ഓക്കെ. ബോൾ ടെസ്റ്റ് എന്ന് പറയുന്നത് ദിസ് ടെസ്റ്റ് ഈസ് ഡൺ ടു ഐഡന്റിഫൈ ദ ക്ലാസ് ഓഫ് ലൈം. ഏത് ക്ലാസ്സിലാണ് ഈ ലൈം വരുന്നതെന്ന് കണ്ടുപിടിക്കാനാണ് ക്ലാസ് ടെസ്റ്റ്. ഏതാ? ബോൾ ടെസ്റ്റ്. Then in a mortar the binding material is മോട്ടാറിലെ ബൈൻഡിങ് മെറ്റീരിയൽ ഏതാണ്? നമ്മുടെ സിമെന്റ് ആണ് മോട്ടാറിലെ ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. The sand particles which sand pass through 1.5875 mm is sieve are known as 1.5875 mm CV കൂടി പാസ് ചെയ്യുന്ന സാൻഡ് പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേരാണ് ഫൈൻ സാൻഡ്. ഓക്കെ. അപ്പോൾ 3 ടൈപ്സ് ഓഫ് സാൻഡ് ആണുള്ളത്. ഫൈൻ എന്ന് പറയണമെങ്കിൽ 1.5875 mm CV കൂടി അത് പാസ് ചെയ്യണം. ഇനി കോഴ്സ് ആണെങ്കിലോ 3.175 mm CV കൂടി പാസ് ചെയ്യണം. ഇനി ഗ്രാവലി സാൻഡ് ആണെങ്കിൽ 7.862 mm CV കൂടി പാസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ബാക്കി അടുത്തൊരു വീഡിയോയിൽ നോക്കാം. ഓക്കെ. താങ്ക് യു.